പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, സുഭാഷിതങ്ങൾ 28:13 തിരുവചനം പറയുന്നു, തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യമുണ്ടാകുകയില്ല, അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. ദൈവം നമ്മോട് കരുണ കാണിക്കുന്നത് അതിൻ്റെ ലക്ഷ്യം നമ്മെ അനുതാപത്തിലേക്ക് നയിക്കുവാനാണ്, പാപങ്ങൾ ഉപേക്ഷിക്കുവാൻ. അപ്പോഴാണ് നമുക്ക് സാധിക്കുക. നാം പലപ്പോഴും നമ്മുടെ തെറ്റുകൾ മറച്ചു വയ്ക്കുവാനും അവയെ ന്യായീകരിക്കുവാനുമാണ് ശ്രമിക്കാറുള്ളത്. എന്നാൽ തിരുവചനം പറയുന്നു, തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യമുണ്ടാകുകയില്ല, അവ ഏറ്റുപറഞ്ഞ് ആ തെറ്റുകളെ പരിത്യജിക്കുന്നവന് ദൈവത്തിൻ്റെ കരുണ ലഭിക്കും എന്ന്. തെറ്റുകളെ ന്യായീകരിക്കാനുള്ള പ്രവണത, അതുപോലെ മറ്റുള്ളവരിലേക്ക് ആ കുറ്റം ആരോപിക്കാനുള്ള പ്രവണതയും ആദികാലം മുതലേ മനുഷ്യനിലുണ്ട്. ആദവും ഹവ്വയും തെറ്റുകൾ ചെയ്തിട്ട് ഓരോരുത്തരും തങ്ങളുടെ തെറ്റുകൾ മറ്റുള്ളവരിലേക്ക് ആരോപിക്കുകയാണ് ചെയ്തത്. ഹവ്വ പറയുന്നു സർപ്പമാണ് തന്നെ പറ്റിച്ചതെന്ന്. ആദം പറയുന്നു ദൈവം കൂട്ടിന് തന്ന സ്ത്രീയാണ് തന്നെ പറ്റിച്ചതെന്ന്. അപ്പോൾ അനുസരണക്കേട് കാണിച്ച അവരെ ദൈവം പർദീസായിൽ നിന്ന് പുറത്താക്കി. അനുദപിക്കുന്നവരെ കാത്തിരിക്കുന്നവനാണ് നമ്മുടെ ദൈവം. പത്രോസ് യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. എങ്കിലും പത്രോസ് അനുദപിക്കുകയും ഹൃദയം പൊട്ടിക്കരയുകയും ചെയ്തു. അപ്പോൾ യേശുവിന് പത്രോസിനോട് കരുണ തോന്നി പത്രോസിനെ ഉയർത്തിക്കൊണ്ടുവരികയും സഭയുടെ തലവനാക്കി മാറ്റുകയും ചെയ്തു. എന്നാൽ യൂദാസ് യേശുവിനെ ഒറ്റിക്കെടുക്കണമെന്നുള്ള ലക്ഷ്യത്തോടെ, ദുഷ്ടമനസ്സോടെ യേശുവിനോടും ശിഷ്യന്മാരോടും കൂടെ അന്ത്യത്താഴത്തിൽ പങ്കെടുത്തു. അപ്പം സ്വീകരിച്ച ഉടനെ അവനിൽ സാത്താൻ പ്രവേശിച്ചു. നമുക്കറിയാം, അവൻ്റെ അന്ത്യം നിരാശയിലാകുകയും ആത്മാവിൻ്റെ ജീവൻ അവൻ നഷ്ടപ്പെടുത്തുകയും ചെയ്തു. അപ്പം അനുദപിക്കുന്നവർക്കാണ് ദൈവത്തിൽ നിന്ന് കരുണ ലഭിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.